ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ നമ്മൾ കുഴക്കണം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ചപ്പാത്തി മാവിനേക്കാളും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇത്രയും സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചിട്ടുള്ള മാവ് ഞാൻ പൊങ്ങാനായിട്ടൊന്നും മാറ്റി വെക്കുന്നില്ല. അപ്പോൾ തന്നെ സ്നാക്ക് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വീണ്ടും ഒന്ന് ബോളാക്കി എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇടയ്ക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഉൾഭാഗം കൂടി നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ബണ്ണ് പോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കഴിച്ചാൽ മതി. ചീസൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കുട്ടീസിനും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അവർക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്